സാധാരണ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേൾക്കുന്നതൊക്കെ എപ്പോഴും പ്രോസ്പെരിറ്റിയെക്കുറിച്ചും അല്ലേ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വ്യവസ്ഥകളുണ്ട്. ഒരിടത്ത് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് നിത്യരക്ഷയാണ്, നിത്യജീവനാണ്. അതിന് വ്യവസ്ഥകളുണ്ട്. ഇന്ന് പലയിടങ്ങളിലും തീർച്ചയായിട്ടും കൃപയുണ്ട്. ഗ്രേസ് ഇസ് അൺമെറിറ്റഡ് ഫേവർ. നമ്മൾ അർഹിക്കാത്ത ഒരു നന്മ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് കൃപ. എങ്കിലും അതെല്ലാം കിട്ടുവാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ തോന്നിവാസം ചെയ്ത് നമ്മൾ തോന്നുന്നത് പോലെ ഒരു ജീവിതം നയിച്ചിട്ട് ഒടുക്കം കൃപയാൽ ഞാൻ രക്ഷ പ്രാപിക്കും, അല്ലെ കൃപയാൽ എനിക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറയുന്നത് നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ്. കാരണം ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹമാകുന്ന ദൈവത്തെ നമ്മൾ നിഷേധിച്ചാൽ ദൈവത്തിൻ്റെ മറ്റേ വശം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം ക്രോധവുമാണ്. There is also the wrath of God which will counter the love. അപ്പം നമ്മുടെ സ്നേഹം നമ്മൾ നിഷേധിച്ച് അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, പിന്നെ നമ്മൾ എന്താണ് നമ്മൾ തേടുന്നത്? ദൈവത്തിൻ്റെ ക്രോധമാണ്. അപ്പോൾ കാരണം ഈ വചനം കൊടുക്കണോ വേണ്ടയോ എന്ന് എനിക്ക്, കാരണം എല്ലാവർക്കും കേൾക്കാൻ ഇമ്പമുള്ള ചിലപ്പോൾ ഒരു വചനമായിരിക്കുകയില്ല. പലപ്പോഴും നമ്മൾ കേൾക്കാൻ ചെവിക്ക് ഇമ്പമുള്ള വചനങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം. സൗഖ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് ഒക്കെ. തീർച്ചയായും ദൈവം നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മൾക്ക് സൗഖ്യം തരുന്നതാണ്. പക്ഷെ ആ ദൈവത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാരണം ഇങ്ങനെ എനിക്ക് ഉള്ളിൽ, കാരണം പല വ്യക്തികളോടും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ യേശു ക്രിസ്തുവാണ് രക്ഷകൻ, എങ്ങനെയാണ് ആ വചനം വഴി നമ്മൾക്ക് രക്ഷ പ്രാപിക്കണം, അല്ലാതെ നിയമമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, പാരമ്പര്യമല്ല നമ്മളെ രക്ഷിക്കുന്നത്, അതിനുപരി യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരതൊക്കെ വളരെ നിസ്സാരമാക്കി എടുക്കുകയാണ്. അവരത് ഉൾക്കൊള്ളുവാൻ അവർക്ക് തയ്യാറല്ല. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വ്യസനമാണ്, ഒരു സങ്കടമാണ്. ഇവരെന്താണ് നഷ്ടപ്പെടുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവർ കബളിക്കപ്പെട്ടവരെ ഇവരെ കബളിപ്പിച്ച് ഇങ്ങനെ ഒരു ജീവിതം നയിക്കുകയാണ്. അപ്പോൾ നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. 3-4 വചനമേ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, Therefore we must the more earnest heed, we must give the more earnest heed to the things we have heard, lest we drift away. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഇന്ന് പല വ്യക്തികളും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് ദൈവം നമ്മളോട് ആ ദൂത് വഴി നമ്മളോട് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ പോലും അവർക്ക് സമയമില്ല. കാരണം അവരുടെ വിചാരം അവരെ പഠിപ്പിച്ചിരിക്കുന്ന ആ നിയമ അനുസരണമാണ് അവരെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും കേട്ടാലും, ദൈവത്തിൻ്റെ വചനം പോലും കേട്ടാലും അത് കേൾക്കുവാനോ അത് ശ്രദ്ധിക്കുവാനോ അവർക്ക് തയ്യാറുമല്ല, സമയവുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മുടെ ബലഹീനതയിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശക്തരാക്കും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ പല ഇടങ്ങളിലും ആ കൃപ എന്നുള്ള ആ ദൈവത്തിൻ്റെ ദാനം പലപ്പോഴും യു കുഡ് സേ ഇറ്റ് ഈസ് മിസ്യൂസ്ഡ്. അത് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലല്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്ത് ചെയ്താലും കൃപയുണ്ട് 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 എന്ന് പറഞ്ഞ് പല വ്യക്തികളും അത് ചിന്തിച്ച് അങ്ങനെയാണ് ജീവിതം നയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം 2 കൊരിന്ത്യൻസ് 12-ാമത്തെ അധ്യായം 9-10 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് അവൻ്റെ കൃപ മാത്രം മതി. തീർച്ചയായിട്ടും നമ്മൾക്ക് അവൻ്റെ കൃപ മാത്രം മതി. പക്ഷെ ആ കൃപ നമ്മൾക്ക് നമ്മുടെ ചേരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ദൈവം കൃപ ഇങ്ങനെ വലിച്ചു വാരി എറിഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയല്ല. ഇറ്റ് ഈസ് എൻ അൺമെറിറ്റഡ് ഫേവർ. കാരണം എനിക്ക് അർഹതയൊന്നുമില്ല, എങ്കിലും ആ ദൈവത്തിൻ്റെ ഫേവർ വരുവാനായിട്ട് എനിക്ക് ആ ഫേവർ റിസീവ് ചെയ്യുവാനുള്ള ആ ഒരു ആഗ്രഹം വേണം. അല്ലാതെ ആ കൃപയാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നിയമത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപ കിട്ടുകയില്ല. കാരണം യോഹന്നാൻ 1:17 പറയുന്നത് എന്താണ്?
നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു വഴി നൽകപ്പെട്ടു. അപ്പോൾ നമ്മൾ ഏത് ക്യാമ്പിലാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ മോശയുടെ ക്യാമ്പിലാണോ അതോ യേശുവിൻ്റെ ക്യാമ്പിലാണോ എന്നുള്ളത്. കാരണം ഞാൻ മോശയുടെ ക്യാമ്പിലാണെങ്കിൽ എനിക്ക് നിയമം മാത്രമേ നൽകപ്പെടുകയുള്ളൂ. അതേസമയത്ത് ഞാൻ യേശുവിൻ്റെ ക്യാമ്പിലാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് കൃപയും സത്യവുമാണ്. അപ്പോൾ പല വ്യക്തികളും ഈ കൃപയും സത്യവും, അവിടെ ഇരിക്കുന്ന കൃപയും സത്യവും ഇവിടെ ഇരുന്നിട്ട് അത് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കിട്ടുകയില്ല. കാരണം ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. There is a big gap. There is a big void between this. You cannot stand in the place of law and expect the grace of God. I hope പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്. അത് നമ്മൾ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ട് ഒരു മല്ലിട്ട്, ദൈവവുമായിട്ട് ഒരു പോരിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശത്രുതയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. പക്ഷേ ആ മരണത്തിൽ എൻ്റെ ജീവിതം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ യേശു ക്രിസ്തു ആണ് എനിക്ക് വേണ്ടി മരിച്ചതും ആ യേശു ക്രിസ്തുവിൻ്റെ മരണം വഴിയാണ് എനിക്ക് രക്ഷ എന്ന് ഞാൻ ഏറ്റു പറയുകയും വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ ആ മരണത്തിൻ്റെ ആ ബെനിഫിറ്റ് എനിക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, പക്ഷേ രക്ഷ പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ആ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണം എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല. Because I am not confessing that my salvation is in Jesus Christ alone. I hope I am getting across. Because പല വ്യക്തികളും പ്രിയപ്പെട്ടവരെ യേശു രക്ഷകനാണെന്ന് പറയും, അതരം കൊണ്ട് ഏറ്റു പറയും. പക്ഷേ അവരുടെ ഹൃദയം യേശു ക്രിസ്തുവിന് മാത്രമായിട്ട് കൊടുത്തതല്ല. പല വ്യക്തികൾക്കും യേശു ക്രിസ്തുവിനും അവിടെ ചെറിയൊരു പങ്കുണ്ട്, പക്ഷേ യേശു ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ നിൻ്റെ കർത്താവായ ദൈവത്തെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഹല്ലേലൂയ, ദാറ്റ് എന്താ നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്, see, consciousness of sin is a bondage എന്ന്. Consciousness of sin, തീർച്ചയായിട്ടും guilt is a bondage, but consciousness of sin is something which keeps you away from sin. That ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാപമാ ചെയ്യുന്നത് എന്നുള്ള ആ അറിവ് നമ്മൾക്ക് വേണം. അല്ലെങ്കിൽ കൃപ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം കൃപ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പാപത്തിൻ്റെ വേദനം എന്താണ്? മരണമാണ്. മരണത്തിലേക്ക് മാത്രമേ അത് നയിക്കുകയുള്ളൂ. നമുക്ക് ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 17 മുതൽ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ധൂർത്തപുത്രൻ്റെ ഒരു ഉപമയുണ്ട്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, പിതാവിൻ്റെ ഹിതമനുസരിച്ചല്ലാതെ വേറെ ഒരു രാജ്യത്ത് പോയി പാർക്കുകയാണ്. പക്ഷേ പിതാവിൻ്റെ കൃപയുണ്ടോ? തീർച്ചയായിട്ടും കൃപയുണ്ട്. പക്ഷേ പിതാവ് അവനെ തേടി ചെന്നില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആ 17-ാമത്തെ വചനത്തിൽ അവന് ഒരു സുബോധം വരികയാണ്. ഒന്ന് വായിക്കാമോ? അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നുമിരിക്കുന്നു. ഹല്ലേലൂയ, മതി. അപ്പോൾ അടുത്ത വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ പിന്നെ അവനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും, ഞാൻ എന്താണ് പറയുന്നത്, മകനാകുവാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ ഒരു വൃത്തിയനാക്കിയാൽ മതി എന്നൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അവൻ ആ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇവിടെയല്ല ഞാൻ വസിക്കേണ്ടത്, എൻ്റെ ഭവനം പിതാവിൻ്റെ ഭവനത്തിലാണ് ഞാൻ വസിക്കേണ്ടതെന്നുള്ള തീരുമാനം എടുത്തപ്പോഴാണ് ആ ദൈവത്തിൻ്റെ കൃപ റിലീസ് ചെയ്തത്. അല്ലാതെ അവൻ അവിടെ ദൂർത്ത് ഒരു ജീവിതം നയിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മുകളിലില്ലായിരുന്നു. അവൻ അവിടെ ആ പന്നിക്കൂട്ടിൽ കടന്നപ്പോഴും ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നു. പക്ഷെ അവൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരികെ പോകുകയാണ് എന്നൊരു തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവനിലേക്ക് ചൊരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ആ യേശുവിനോട് കൂടെ ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹത ഉണ്ടാകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ആ ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെന്നപ്പോൾ അവൻ ആഗ്രഹിച്ചെന്താണ്? ഒരു ഭൃത്യനാകുവാനാണ്, ഒരു വേലക്കാരൻ, ഒരു ജോലിക്കാരനാകുവാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ പിതാവ് പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ പുത്രനാക്കുക. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവൻ ആഗ്രഹിച്ചത് എന്താണ്? ഒരു ഭൃത്യനായിട്ട് അവിടെ ജോലി ചെയ്യുവാൻ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, ആ പിതാവ് പറഞ്ഞു,
ഇറ്റ് ഈസ് ആക്ച്വലി the father's heart. ആ പിതാവ് പറയാണ്, അല്ലല്ല, നീ എൻ്റെ ഭൃത്യനല്ല, നീ എൻ്റെ മകനാണ്. ദാറ്റ് ഈസ് ഗ്രേസ്, മെറിറ്റഡ് ഫേവർ. കാരണം അവിടെ പല വ്യക്തികളും ജോലി ചെയ്യുന്നുണ്ട് ആ പിതാവിൻ്റെ കൂടെ, അല്ലേ? അപ്പോൾ അവൻ ആ ബന്ധമില്ലാതെ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് അവന് കൊടുക്കുക? അവന് ഒരു ഭൃത്യനായിട്ട് അവിടെ ജോലി കൊടുക്കും. കാരണം ആ വ്യക്തിക്ക് പല ജോലിക്കാരെയും ആവശ്യമുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ വ്യക്തിയെ ആ ഒരു ഭൃത്യനായിട്ടല്ല പിതാവ് കണ്ടത് മകനായിട്ടാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഗ്രേസ്. എപ്പോഴാണ് കൃപ വന്നത്? അവൻ തിരികെ പിതാവിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നത്. അത് നമ്മൾ അർഹിച്ചതോ നമ്മൾ നേടിയെടുത്തതോ ഒന്നുമല്ല, നമ്മൾക്ക് ദാനമായിട്ട് ദൈവം തരുന്നതാണ്. പക്ഷെ അതിന് അർഹത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം. You have to come to the Father's house. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പുത്രൻ ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോൾ എന്തൊക്കെയാണ് അവന് തിരികെ കിട്ടിയത്? അവന് ആദ്യം കിട്ടിയത് ആ ഒരു പുത്രനായിട്ടുള്ള അവസ്ഥയിലേക്ക്, there was a sonship. അത് കഴിഞ്ഞിട്ട് എന്താണ്? അവന് അധികാരം കിട്ടി, അല്ലേ? ആ പുത്രൻ്റെ അധികാരം ദൈവം അവന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ? ദൈവം അവന് പുത്രന്റെ നീതി കൊടുത്തു, gave him the garment of righteousness. പിന്നെ എന്താണ്? he gave him sandals to be worn on his. അത് ഒരു നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്കുള്ള ആവശ്യങ്ങൾ, the provision and the protection of God. അപ്പം എല്ലാം ദൈവം കൊടുത്തത് എപ്പോഴാണ്? അവനൊരു തീരുമാനമെടുത്തു, ഇത് ഞാൻ ഇരിക്കേണ്ട സ്ഥലത്തല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ തിരികെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ എവിടെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളതല്ല. നിങ്ങൾ ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മുകളിൽ ചൊരിയും. അതനുസരിച്ച് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, റോമാർക്കുള്ള ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്. കാരണം പല വ്യക്തികളും പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്, 100% ദൈവം സ്നേഹമാണ്. പക്ഷേ സ്നേഹം മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. കാരണം സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹം വഴി എനിക്ക് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്, അല്ലേ? ഹലോ. പക്ഷെ നമുക്ക് മനസ്സിലാക്കണം, ആ സ്നേഹം നമ്മൾ നിഷേധിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മുകളിൽ വരും. നമുക്ക് വചനത്തിലൂടെ വായിച്ച് കേൾക്കാം. റോമർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ എന്തൊക്കെയാ നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കേണ്ടത്? കാരുണ്യവും കാഠിന്യവും. ഹല്ലേലൂയ. രണ്ടും നമ്മുടെ ശ്രദ്ധയിൽ വേണം. വീണവനോട് കാഠിന്യവും. ആരോടാണ് കാഠിന്യം? വീണവനോട്. ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കുന്നു. അപ്പൊ ദൈവം രണ്ടു തരത്തിൽ കാണിക്കുന്നുണ്ട്, ദൈവം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? അല്ലാതെ ദൈവം സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നാശത്തിലേക്ക് ആ വചനം നമ്മളെ നയിക്കും, അല്ലെ? അങ്ങനത്തെ ചിന്തകൾ നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, therefore consider the goodness and the severity of God. One side is the goodness of God and the other side is the severity of God. ആർക്കാണ്? on those who fell, severity. Hallelujah. But toward you, goodness, if you continue in his goodness, otherwise you will also be cut off. മുഴുവൻ വായിച്ചില്ല. അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, you have to understand the word. You must understand. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ആ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ആ സ്നേഹം പ്രകടമാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കാരുണ്യം മാറിയിട്ട് കാഠിന്യത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. It needs to be preached. It needs to be understood that we can either choose the provision and the goodness of God, or you can either choose the severity of God. ദൈവത്തിന്റെ കാരുണ്യം ഒന്നെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഠിന്യം തിരഞ്ഞെടുക്കാം. Are you with me? Hallelujah. കാരണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ്? If you are with me, ദൈവത്തിന്റെ വചനം പറയുന്നത്, if you continue in his goodness,
എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ നന്മയിൽ ആ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ ആ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, യു മസ്റ്റ് ഹീഡ് ഹിസ് വോയിസ്. അവൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കണം. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനങ്ങൾ അനുസരിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-24 വചനം ഒന്ന് വായിക്കാം സിസ്റ്റർ. John 14:23-24. You must heed them. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, you must heed. Therefore we must give more earnest heed എന്നാ പറയുന്നത്. അനുസരണം, ശ്രദ്ധ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. ഹല്ലേലൂയ. വേറെ ഒന്നെന്താ, നമ്മൾ വചനം ശ്രേഷ്ഠമായിട്ട് കരുതണം. വി മസ്റ്റ് പ്രൈസ് ദ വേർഡ്. അതാണ് ദൈവത്തിന് വചനം റോമാർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്. നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം കാണിക്കൂലേ, അതിനെക്കുറിച്ച് സംസാരിക്കും, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ശ്രേഷ്ഠമല്ലാത്തത് നമ്മൾ ഒളിച്ചു വയ്ക്കാൻ നോക്കും. ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത് എന്താണ്? ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിൻ്റെ ആ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആർക്കൊക്കെയാണ്? യഹൂദർക്കും ഗ്രീക്കുകാർക്കും, എന്ന് വെച്ചാൽ എല്ലാവർക്കും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ we must consider the word as priceless, something which വളരെ വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ ഒന്ന് വായിക്കാം. അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് എങ്ങനെയാണ്? 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരാൾ ആ വചനം വളരെ ശ്രേഷ്ഠമായിട്ട് കരുതുന്നു, മറ്റേ വ്യക്തിക്ക് വചനം വളരെ നിസ്സാരമായിട്ട് കരുതുന്നു. വായിച്ചേ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. ഭോഷത്വമായതിനൊന്നും നമ്മൾ എടുത്ത് കാണിക്കുവോ, വല്ല സംസാരിക്കുമോ, അത് നമ്മൾ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുവോ? ഇല്ല. അപ്പോൾ അങ്ങനെ യേശുവിനെ നമ്മൾ മുറുകെ പിടിച്ച് യേശുവിനെ ശ്രേഷ്ഠമായി കരുതിയിട്ടില്ലെങ്കിൽ, വചനം ശ്രേഷ്ഠമായിട്ട് കരുതിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ പറയുന്നതാണ്, അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ ആ മനോഭാവം അല്ലെ നമ്മുടെ അങ്ങനത്തെ പെരുമാറ്റം നമ്മൾ നാശത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ദൈവത്തിന്റെ ശക്തി അത്രേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വചനത്തെ കരുതുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മൾ അത് ശ്രേഷ്ഠമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ വി ഹാവ് ടു പ്രൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ പറയുന്നത് യു ഹാവ് ടു ഹാർക്കൺ ടു ദം, യു ഹാവ് ടു ഹാർക്കൺ ടു ദ വേർഡ്. ഈ ഹാർക്കൺ എന്ന് പറയുന്നത് എന്താ? വചനവുമായിട്ട് നമുക്ക് ഒരു അടുപ്പം ഉണ്ടാകണം. ഹാർക്കൺ. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് 4-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് അടുക്കാൻ പറ്റുക? വായിച്ചേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. പാപികളെ മതി. അപ്പോൾ നമ്മൾ ദൈവത്തോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്? ഈ വചനത്തോട് നമ്മൾക്ക് ചേർന്ന് നിൽക്കണം. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം മനസ്സിലാക്കണം. അപ്പോഴാണ് ദൈവവുമായിട്ട് നമ്മൾക്ക് ഒരു ബന്ധമുണ്ടാകുക. കാരണം വചനം പറയുന്നത് ഡ്രോ നിയർ ടു മീ ആൻഡ് ഐ വിൽ ഡ്രോ നിയർ ടു യു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. അതുപോലെ തന്നെ നമുക്കറിയാം എബ്രായർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. അവിടെയും എങ്ങനെയാണ് ആ ദൈവവുമായിട്ടൊരു ബന്ധം അടുപ്പം ഉണ്ടാകുക എന്ന്. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. See, God wants you to be near to him. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും അവന്റെ അടുക്ക വരുവാനാണ് ആഗ്രഹം. അപ്പോൾ ആ അടുക്ക വരണം. We must have a relationship. We must have a personal loving relationship with Jesus. അടുത്ത എന്താ പറയുന്നത്? അത് വായിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കണം. ഹല്ലേലൂയ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. വായിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അതിനെക്കുറിച്ചല്ല, ആക്ച്വലി അതിൽ ധ്യാനിക്കണം. യു മസ്റ്റ് മെഡിറ്റേറ്റ് ഇൻ ദ വേർഡ്. ജോഷുവ 1:8. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചല്ല, ശരിക്കും അതിൽ ധ്യാനിക്കണം. യു മസ്റ്റ് മെഡിറ്റേറ്റ് ഇൻ ദ വേർഡ്. നീ ആ വചനത്തിൽ യു മസ്റ്റ് ബി എന്നാ പറയുന്നത്, അതിൽ മുങ്ങി.
യു മസ്റ്റ് ബി ഇൻസൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോഴാണ് ആ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുക. പിന്നെ പറയുന്നുണ്ട് എന്താണ്, അങ്ങനെ ചെയ്ത് നമ്മൾ അത് വിശ്വാസവുമായിട്ട് ആ വചനം കലർത്തണം. വി മസ്റ്റ് മിക്സ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. ഹീബ്രൂസ് 4:2 പറയുന്നത് അതാണ്. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. So we have to mix it with faith. കാരണം വചനം ഇങ്ങനെ പറയുന്നത്, they also heard the same words but it did not profit them because it was not mixed with faith. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി വേണം ആ വചനത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടി. പിന്നെ പറയുന്നത് അത് വചനം ഒരു വലിയൊരു ഭാരമാകരുത്. അതേസമയത്ത് നമുക്ക് ഇറ്റ് മസ്റ്റ് ബി എ ഡിലൈറ്റ്. നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും അത് സംസാരിക്കുമ്പോഴും അത് വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകണം. there must be a great delight. അതാണ് സങ്കീർത്തനം 1:2 പറയുന്നത്. hallelujah. but his delight was in the word of God. സങ്കീർത്തനം 1:2 അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. hallelujah. so നമുക്ക് ആ വചനവുമായിട്ട് നമുക്ക് ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. you should say I must fall in love with the word. hallelujah. വചനവുമായിട്ട് എനിക്ക് I must fall in love. Say I want to fall in love with the word. hallelujah. that is falling in love with Jesus. hallelujah. you are supposed to fall in love with your husband, right? നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ആരാ? മണവാട്ടികളാണ്. ആ മണവാട്ടി മണവാളനെ സ്നേഹിക്കണം. You must fall in love with the word of God. hallelujah. പിന്നെ ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം വചനം വായിക്കുകയാണെങ്കിൽ പറയുന്നത്, for if the word spoken through angels proved steadfast and every transgression and disobedience received a just judgment. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം 2 തരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഉടമ്പടി ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. 2ാമത്തെ ഉടമ്പടി ആര് വഴി നൽകപ്പെട്ടു? യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു. ഇവിടെ there is a comparison ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഈ രണ്ട് ഉടമ്പടിയെക്കുറിച്ച് ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അത് ആ കമ്പാരിസൺ. ഒന്ന് വായിച്ചേ, ഹീബ്രൂസ് 2:2. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ അപ്പോൾ ആ 1ാമത്തെ ഉടമ്പടിയുടെ ലംഘനം ഉണ്ടെങ്കിൽ ശിക്ഷ ഓട്ടോമാറ്റിക് ആണ്. അതിൽ ഒരു സംശയവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ ലംഘനമുണ്ടോ അവിടെ ശിക്ഷയുണ്ട്. ഇത് നൽകപ്പെട്ടത് ആര് വഴിയാണ്? മോശ വഴിയാണ്. ദൂതന്മാർ വഴി മോശയ്ക്ക് കിട്ടിയതാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം 38 വായിക്കുമോ? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോശയാണെന്നുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 7:38. സീനായ് മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ്. അപ്പൊ മോശ വഴിയാണ് ആ ആദ്യത്തെ ഉടമ്പടി നൽകപ്പെട്ടത്. പക്ഷേ ആ നൽകപ്പെട്ട വ്യക്തികളുടെ വിശേഷം എന്താണ്? 51-ാമത്തെ വചനം പറയുന്നുണ്ട്, അവർ എങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്ന്. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദരരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. അപ്പോൾ ആ 1ാമത്തെ ഉടമ്പടി ആ മനുഷ്യർക്ക് പ്രയോജനപ്പെടാത്തതിന് കാരണം എന്തായിരുന്നു? they were stiff necked and hard hearted. അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ശിക്ഷ, എല്ലാവർക്കും ശിക്ഷ അർഹത ഉണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തികൾ ഇത് കേട്ടിട്ട് പോലും അവരത് അനുസരിച്ചിട്ടില്ലായിരുന്നു. ഒരു തരത്തിലും അനുസരിച്ചില്ല വചനം. 53-ാമത്തെ വചനം വായിച്ചേ, ആ നിയമം. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, പറയുന്നത് 2 തരത്തിലുള്ളതാണ്. ഒന്നിന് ശിക്ഷയുണ്ട്. അത് എങ്ങനത്തെ നിയമമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനത്തെ ഉടമ്പടിയായിരുന്നു? മോശ വഴി നൽകപ്പെട്ട ഒരു ഉടമ്പടി. ഗലേഷ്യൻസ് 3:19 വായിക്കാമോ? പിന്നെ എന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി
ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് യേശു ക്രിസ്തു ഇവിടെ ജനിക്കുന്നത് വരെ ആണ് നിയമം തന്നിരുന്നത്. ആ നിയമം മനുഷ്യൻ അനുസരിച്ചില്ല. ആ നിയമം അനുസരിക്കാത്തത് കൊണ്ട് എല്ലാ ജനത്തിനും ശിക്ഷയ്ക്ക് അർഹതയുണ്ടായി. ഇനിയാണ് കമ്പാരിസൺ വരുന്നത്. ഹീബ്രൂസ് 1:1 വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ആ ഘട്ടത്തിൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ആര് വഴി? പ്രവാചകന്മാർ വഴിയും ആണ് ദൈവം നമ്മളോട് സംസാരിച്ച് ദൈവം ചില ഉപദേശങ്ങൾ തന്നത്. പക്ഷേ അടുത്ത വചനം വെച്ച്, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് ഉടമ്പടികളെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. ഒരു ഉടമ്പടി മോശ വഴി നൽകപ്പെട്ടു, പ്രവാചകന്മാർ വഴി സംസാരിച്ച് നമ്മൾക്ക് ഓരോ ഉപദേശങ്ങൾ തന്നതാണ്. രണ്ടാമത്തെ ഉടമ്പടി ആര് വഴിയാണ്? യേശു ക്രിസ്തു വഴിയാണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സംഖ്യാപുസ്തകം 15:31 വായിക്കാമോ? കാരണം ആദ്യത്തെ ഉടമ്പടി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സംഖ്യാപുസ്തകം 15:31 പറയുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. 15:31 നമ്പേഴ്സ്. അവൻ കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം എന്നാ പറയുന്നത്. സ്വന്തം അകൃത്യത്തിന്റെ ഫലം അവൻ അനുഭവിക്കണം. ഹല്ലേലൂയ. നിയമാവർത്തനം 4:3 വായിക്കാമോ? കാരണം പല വചനങ്ങൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെ നിയമലംഘനമുണ്ടോ അവിടെ ശിക്ഷ ആണ് ദൈവത്തിന്റെ ശിക്ഷ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടരുന്നവരെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. So where there is disobedience, there is destruction. Are you with me? Where there is disobedience of the word of the old covenant, there is destruction.